ഈ ലോകത്ത് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞാൻ കാണിക്കും. ഒന്ന് ഇതാ എൻ്റെ ചുണ്ടുമേൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഗ്ലോ ആയിട്ടുള്ള മുഖങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ലിപ്സ്റ്റിക് ഇടാൻ, ചില ആൾക്കാർക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ് കളർ കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കും. അതുപോലെ ഇതൊരു നാച്ചുറൽ ലിപ് കളറാണ്. ഇങ്ങനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചിട്ട് ബോയ്സ് ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു നാച്ചുറൽ ലിപ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് മൂന്നും ഞാൻ ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൊട്ട് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഓൾ അബൌട്ട് ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ ആൾക്കാരുടെ ഒരു വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് പാലറ്റ് അത്ര സിമ്പിളല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പാലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഇതിൻ്റെ ഫാനാണ്. അത്രക്കും കിടിലനാണ് കേട്ടോ. നിങ്ങളിത് വാങ്ങിക്കാൻ നോക്കുക. പിന്നെ ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രഷ് ഒന്നും വാങ്ങിച്ചതല്ല. ഇത് നമ്മുടെ ബ്രഷ് നമുക്ക് കിട്ടും, നമ്മൾ അത് റെനൻ്റെ ആണെന്ന് തോന്നുന്നു, ഏതോ ആണ്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി ബ്രഷുമാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പം എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് പാലറ്റ് ആമസോണിനൊക്കെ കിട്ടണം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഈ കളർ കിട്ടും. അപ്പം ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ എൻ്റെ ലിപ്പ് നിങ്ങൾ ഓൾറെഡി നോക്കുക, പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. എനിക്കങ്ങനെ പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്പിലിടുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഫീൽ ചെയ്യും. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണെങ്കിൽ കിടിലനാണ്. ഇത് തന്നെ മാത്രം അപ്ലൈ ചെയ്താൽ തന്നെ സംഭവം കിടിലനാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാം. ഇത് നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുടെ വിചാരം നമുക്ക് ലൈനൊന്നും നല്ലപോലെ വരക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ കിടിലനായിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക, ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് ഞാൻ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് ചെയ്യരുത്. ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എന്താ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേ ആൾക്കാരുടെ വിചാരം ഇങ്ങനെ പിഗ്മെൻറ്റഡ് ഒന്നും ഉണ്ടാവൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ആവില്ല. ഞാനിതിപ്പോൾ ഉപയോഗിച്ചിട്ട് 2-3 മാസത്തോളം എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇടുന്നതിന് മുന്നേ എൻ്റെ ലിപ്പ് കളർ പോയിട്ടില്ല. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഈ ലിപ്പ് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഡെയിലി പുറത്തേക്ക് പോകുമ്പോൾ ഈ ലിപ്പ് കളർ വെച്ചിട്ടാണ്, ഈ ഒരു രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകാറുള്ളത്. എന്നാണ് എൻ്റെ എവറിഡേ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഓക്കെ, നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല ഗ്ലോയിങ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറോ, ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാം. കളറിൻ്റെ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ഞാൻ ഇങ്ങനെ ഇതും ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ അതുമാത്രമൊന്നുമല്ല, ഇതും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. വീഡിയോയിലൊക്കെ മിക്കപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഇട്ട് ചെയ്യാറുള്ളത്. നിങ്ങൾക്കറിയാം, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ലിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ബോയ്സിനോടാട്ടോ ഞാൻ പറയണേ, കാരണം അവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ടെന്ന് എന്നോട് ഒരുപാടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഇങ്ങനെ ബ്ലാ ബ്ലാന്ന് വെച്ചിട്ട് കളഞ്ഞാൽ മതി. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ലിപ് ഗ്ലോസ് യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ പെർമനൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ലിപ് ഗ്ലോസ് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം, എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഈ കാണിക്കുന്ന 2 സ്റ്റെപ്പും കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു സ്റ്റെപ്പിലോട്ട് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ലിപ്സ്റ്റിക് ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ശരി, അത് ചെയ്തിട്ട് മാത്രമേ ഇതിലോട്ട് കടക്കാൻ പാടുള്ളൂ. അത് ഞാൻ എടുത്ത് പറയാം. നിങ്ങളുടെ ചുണ്ട് എത്ര തന്നെ ഡാർക്ക്നെസ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കൂടുതലായിട്ട് കറുത്ത് പോകുമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ചുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ.